മോന്റെ കാര്യത്തിൽ ഒരു പേടിയും വേണ്ട. ഓ ഓ ഓ കരയില്ലട മോനെ, ഞാൻ വേഗം വരാം. മോനെ, നീ കുഞ്ഞിനെ ഇങ്ങതാ. നീ മോനെ ഇങ്ങതാ. എന്താ ചേച്ചി, എന്താ പറ്റി? 1 മണിക്കൂർ പോലും എനിക്ക് എന്റെ മോനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. ചിലരുടെയൊക്കെ സഹായം കൊണ്ട് ഇത്രയും നാളും ഞാൻ ഇവനെ പിരിഞ്ഞിരുന്നില്ലേ? ഓ ഓ ഓ ഇവനെ എന്നിൽ നിന്ന് അകറ്റി ആരും ഇനി ഇവനൊന്ന് തൊടാന്ന് പോലും മോഹിക്കണ്ട. അത് ഞാൻ സമ്മതിക്കില്ല. കരണ്ട കേട്ടോ വാവേ. ഓ വേണ്ട. അപ്പോ അഴകത്തമ്മയ്ക്ക് കരയാൻ അറിയാം അല്ലേ? അമ്മയെ കണ്ടു തുടങ്ങിയ കാലം മുതൽ എന്നെ അതിശയിപ്പിച്ചിട്ടുള്ളത് ഏത് കൊടുങ്കാറ്റിലും ഉലയാതെ നിൽക്കുന്ന അമ്മയുടെ ആ മനസ്സാ. ആ ശക്തി അമ്മയുടെ മനസ്സിന് നഷ്ടപ്പെട്ടു അല്ലേ അമ്മേ? സ്വന്തം പേരക്കുട്ടി ഒന്ന് ലാളിക്കാൻ ആഗ്രഹിക്കുന്ന മുത്തശ്ശിയുടെ മനസ്സില് അവനോടുള്ള സ്നേഹവും വാത്സല്യവും മാത്രമേ ഉണ്ടാവൂ. ആ മനസ്സ് ചിലപ്പോ കരയും, നഷ്ടബോധം കൊണ്ട് വിങ്ങിപ്പൊട്ടും. എങ്ങനെയും അഴകത്തമ്മയുടെ കണ്ണുനീർ കണ്ടാൽ മതി എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന നിനക്ക് അതിന്റെ കാരണം അറിയില്ല. അത് മറ്റൊന്നും കൊണ്ടല്ല കവിതേ, നീ ആരെയും സ്നേഹിച്ചിട്ടില്ലാത്തത് കൊണ്ടാ. അനന്തുവിന്റെ ഭാര്യയായി നീ വീട്ടിലേക്ക് വന്നിട്ട് നാളെ എത്രയായി? ഈ കാലം വരെ അനന്തുവിന്റെ മനസ്സിൽ ഒരു ചെറിയ സ്ഥാനം ഉണ്ടാക്കിയെടുക്കാൻ നിന്നെ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഒരിക്കൽ ഉപേക്ഷിച്ച് കളഞ്ഞ ബാലാമണിയോട് അനന്തു 1000 വട്ടം മാപ്പ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം അവളുടെ സ്നേഹം അവൻ അറിയാവുന്നതുകൊണ്ടാ. മുത്തശ്ശി എന്ന് എന്നെ വിളിക്കേണ്ട എന്റെ മോൻ, എന്റെ വിരലിൽ തൂങ്ങി നടക്കേണ്ട എന്റെ കുട്ടി, അവനെ ഒന്ന് തൊടാൻ പറ്റാതെ മാറി നിൽക്കേണ്ടി വരുമ്പോ അത് അഴകത്തമ്മയുടെ കണ്ണ് നനയിക്കും. അത് ഒരു തോൽവിയായിട്ടാണ് നീ കാണുന്നതെങ്കിൽ ബാലാമണി എന്ന സ്നേഹത്തിന് മുന്നിൽ ഈ അമ്മ മനഃപൂർവ്വം തോറ്റുകൊടുക്കുകയാണെന്ന് നീ മനസ്സിലാക്കിക്കോ. ബാലാമണിയുടെ സ്നേഹത്തിന് മുന്നിൽ മാത്രമല്ല, ഈ കവിതയുടെ മുൻപിലും നിങ്ങൾ തോൽക്കും. അതെങ്ങനെയാണെന്ന് അധികം താമസിയാതെ ഞാൻ കാണിച്ചു തരാം. വിനയ, ഇതെന്താ പറ്റിയേ? നിങ്ങൾ ആരെങ്കിലും തല്ലിയോ? അമ്മ എവിടെ? അമ്മേ, അമ്മ എവിടെ? എന്താ പറ്റിയേ? എന്നോടൊന്നും ചോദിക്കരുത് മാഡം, എനിക്കൊന്നും അറിയില്ല. എന്താ ഉണ്ടായതെന്ന് തെളിച്ച് പറയൂ. പതിവ് പോലെ ലീലാമ്മ ചേച്ചിക്ക് ആഹാരവും ഇവിടത്തേക്ക് അത്യാവശ്യ സാധനങ്ങളും വാങ്ങിക്കാൻ മാർക്കറ്റിൽ പോയതായിരുന്നു ഞാൻ.
ഞാൻ പോകുമ്പോൾ ലീലാമ്മ ചേച്ചി ഇവിടെ ഉണ്ട്. പക്ഷേ തിരിച്ചു വന്നപ്പോൾ ചേച്ചി എവിടെയെങ്ങും കാണാനില്ല. എങ്ങോട്ടാ പോയതെന്നോ എന്താ സംഭവിച്ചതെന്നോ എനിക്കറിയില്ല. നോക്കാവുന്നിടത്തൊക്കെ ഞാൻ നോക്കി. ലീലാമ്മ ചേച്ചി തിരക്കി ഓടി നടക്കുന്നതിനിടയിൽ ഞാൻ ആ സാലിയുടെയും സോണിയുടെയും കൈ ചെന്ന് പെടുകയും ചെയ്തു. അവര് തന്ന സമ്മാനം ഇത്. ഇത്രയൊക്കെ ഉണ്ടായിട്ടും വിനയൻ എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? 3-4 ദിവസം ഞാൻ ഹോസ്പിറ്റലായിരുന്നു മാഡം. ഇന്നലെയാണ് ഞാൻ തിരിച്ചു വന്നത്. അപ്പൊ തന്നെ മാഡത്തിനെ വിളിക്കുകയും ചെയ്തു. കുറെ തവണ വിളിച്ചിട്ടും ആരും ഫോൺ എടുത്തില്ല. ഓഫീസിൽ പോയി തിരക്കിയപ്പോൾ മാഡം കുറച്ച് ദിവസമായി ഓഫീസിൽ പോയിട്ടില്ല എന്നറിഞ്ഞു. അഴകത്തേക്ക് വരാനുള്ള പേടികൊണ്ടാ ഞാൻ അങ്ങോട്ടേക്ക് വരാതിരുന്നത്. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല മാഡം. ലീലാമ്മ ചേച്ചി നമ്മളിനി എവിടെ പോയി കണ്ടുപിടിക്കും? മാഡം ചിലപ്പോ എല്ലാം അറിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ടാ ഇങ്ങോട്ട് വരാതിരുന്നതെന്നാ ഞാൻ വിചാരിച്ചത്. ഇല്ല, കുറച്ചു ദിവസം ഞാൻ അമ്മയുടെ കാര്യം മറന്നുപോയി എന്നുള്ളത് നേരാ. ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത് തന്നെ മോനെ അമ്മയൊന്ന് കാണിക്കാലോ എന്ന് കരുതിയിട്ടാ. ഇവിടെ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഇനിയിപ്പോ എന്താ മാഡം ഒരു വഴി? ലീലാമ്മ ചേച്ചി എവിടെ ചെന്ന് നമ്മൾ എങ്ങനെ ഒന്ന് കണ്ടുപിടിക്കുക? അവരെ കണ്ടെത്താതിരുന്ന മാഡത്തിന് അതിന്റെ അപകടം. ലീലാമ്മ ചേച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ എല്ലാ കുറ്റവും മാഡത്തിന്റെ തലയിലാവും. ഈശ്വര, നിങ്ങളിത് എന്തോന്ന് ആലോചിച്ചു നടക്കുന്നത്? കിട്ടുന്ന കാശും വാങ്ങി പോകാമെന്ന് അഴകത്തുകാരോട് സമ്മതിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ദുരിതം വല്ലതും ഉണ്ടാകുമായിരുന്നു? നിങ്ങളും ആ കൊച്ചും കാരണം ഞാനാ ഇവിടെ കിടന്ന് അനുഭവിക്കുന്നത്. തുറിച്ചു നോക്കുമൊന്നും വേണ്ട. എന്താ ഞാൻ പറഞ്ഞത് സത്യമല്ലേ? എടാ, അമ്മയുടെ സ്നേഹം എന്താണെന്ന് എപ്പോഴെങ്കിലും നീ അറിഞ്ഞിട്ടുണ്ടോ? ഉണ്ടാവാൻ വഴിയില്ല. അങ്ങനെ ഒരുത്തനായിരുന്നു നീയെങ്കിൽ എന്നോട് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കില്ലായിരുന്നു. അമ്മയുടെ സ്നേഹം, അഴകത്ത് വീട്ടിലെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ, അതുതന്നെയല്ലേ നിങ്ങൾക്ക് മകനോടുള്ള സ്നേഹത്തിന്റെ യഥാർത്ഥ കാരണം? എടാ, അമ്മ എന്ന വാക്കിന്റെ അർത്ഥം ആദ്യം നീ മനസ്സിലാക്കണം. എന്നിട്ട് എന്നെ പോലുള്ള അമ്മമാരോട് നീ സംസാരിക്കാൻ വരാവൂ. അല്ലെങ്കിൽ എന്റെ കൈ ഇനിയും നിന്റെ ചെകിട്ടത്ത് വീണെന്നിരിക്കും. മനസ്സിലായോടാ പോത്തെ? അതെ, അരവിന്ദേട്ടനോട് എനിക്ക് വളരെ സീരിയസ് ആയ ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താ ഇങ്ങനെ നോക്കുന്നേ? നീ എന്റെ സമയം മെനക്കെടുത്ത അടുക്കളയിൽ പോയി ജോലി വല്ലതും ചെയ്യും. അപ്പൊ എനിക്ക് പറയാനുള്ളത് കേൾക്കാനുള്ള മനസ്സ് പോലും അരവിന്ദേട്ടൻ ഇല്ല. എനിക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു, നിനക്കൊരല്പം ബുദ്ധിയുണ്ടെന്ന്. ജയിൽവാസം അടക്കമുള്ള അനുഭവങ്ങളിൽ നിന്ന് എനിക്ക് മനസ്സിലായി നിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കുകയേ ചെയ്യരുതെന്ന്. എന്തായാലും നിനക്ക് പറയാനുള്ള പറ. പറയുന്നില്ല. പറയടി മോള് പറ. എന്റെ ഗർഭത്തിന് ഇവിടെ ഒരു വിലയുമില്ലേ? എന്താ? പിന്നല്ലാതെ ഞാൻ എന്താ പറയണ്ടേ? ബാലാമണിയുടെ കുഞ്ഞിനെ ഒന്ന് എടുക്കാൻ കൊതിച്ചു നടക്കുന്ന അമ്മ എന്നെ ഒന്ന് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല. ഇങ്ങനെ ഞാൻ എന്തിനാ ഇവിടെ കഴിയുന്നത്? ഒന്നുകിൽ എന്നെ എന്റെ വീട്ടിൽ കൊണ്ടുവന്നാക്ക്, അല്ലെങ്കിൽ ഒരു വാടക വീടെടുത്ത് നമുക്ക് മാറാം. രണ്ടും നടക്കത്തില്ല. അല്ലെങ്കിലേ ആ പ്രഭാകരനെയും ദേവുവിനെയും ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റുമോ? അവരെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത് ഞാനല്ല, അമ്മയാ. നമുക്ക് അവരെ ഇവിടെ നിന്ന് ഇറക്കി വിടാൻ പറ്റത്തില്ല. ഇഷ്ടമില്ലെങ്കിൽ കൂടി നമ്മൾ അത് സഹിച്ചേ പറ്റൂ. എന്തെങ്കിലും തന്ത്രം ഉപയോഗിച്ച് നമുക്ക് അവരെ ഇവിടുന്ന് പുറത്താക്കിയാലോ? ഞാൻ എന്റെ മാല ദേവുവിന്റെ മുറിയിൽ കൊണ്ടുവയ്ക്കാം. എന്നിട്ട്
അത് മോഷണം പോയി എന്ന് പറയാം. ദേവുവിന്റെ മുറിയിൽ ആ മാല കെട്ടി കഴിയുമ്പോ അമ്മ തന്നെ രണ്ടിനെയും പിടിച്ച് പടിക്ക് പുറത്താക്കിക്കോളും. എങ്ങനെയുണ്ട്? കൊള്ളാം, അസലായിട്ടുണ്ട്. കാര്യമായിട്ട് പറഞ്ഞാണ്, നല്ല ഐഡിയ. പക്ഷെ അങ്ങനെ ഒരു മാല അവിടെ കൊണ്ട് വെച്ചാൽ ആ മാല പിന്നെ തിരിച്ചു കിട്ടുമെന്ന് വിചാരിക്കണ്ട. അതെ, ഞാനിതൊക്കെ വെറുതെ പറഞ്ഞതാ, ഒരു തമാശക്ക്. അയ്യോ, തമാശയായിരുന്നാ? അയ്യോ, ദേ ചിരിക്കുന്നു. അതെ, അഴകത്തുകാരെ ഒരു കാര്യം മനസ്സിലാക്കിക്കോ. ലീലാമ്മ ചേച്ചി തിരിച്ചു വരാതെ ഞാനും ദേവും ഇവിടുന്ന് ചലിക്കില്ല. എന്തിനാ ഞങ്ങളെ പുറത്താക്കാൻ വേണ്ടി വെറുതെ സ്വർണം കളയണേ? ആ, ഹലോ മിസ്റ്റർ അരവിന്ദൻ, ഇങ്ങോട്ട് വന്നേ. ചേഞ്ച് ഉണ്ടാവും, ഒരു 1000 rupees. ചേഞ്ച് ഉണ്ടാവത്തില്ല. ഇല്ലേ? ഇല്ല. ഒരു 500 മതി. അതുമില്ലേ? എങ്കിലും ഒരു 250 താഴാം. ഹലോ, നീ അവിടെ നിന്ന് താഴാൻ പറ്റില്ല. അതീ കുറഞ്ഞ പൈൻ്റ് ഇല്ലാഞ്ഞിട്ടാ. അരവിന്ദ്, പെട്ടെന്നാവട്ടെ. എന്തെങ്കിലും ഒന്ന് കൊടുത്തു വിടാം. ടൈം ഈസ് ഓവർ. അയാൾ പോട്ടെ. ഫാസ്റ്റ്. കടയടയ്ക്കും. ദാദാ നിന്ന. താങ്ക് യു. ഈ റൂമിൽ എപ്പോ വന്നാലും കാശ. നല്ല രാശിയുള്ള മുറി. താമസം ഇങ്ങോട്ട് മാറ്റിയാലോ? അയ്യോ, ഓക്കെ, ബൈ. അതെ അരവിന്ദ്, നീ വാ തുറക്കരുത്, മാറി ഇങ്ങോട്ട്. ചക്കര വാവയല്ലേ? വാവയ്ക്ക് വിശക്കണുണ്ടോ? ഓ ഓ ഓ ഓ വേണ്ട, ഇപ്പൊ പാപ്പം തരാട്ടോ. ആ കരണ്ട. ഓഫീസിലെ തിരക്കൊക്കെ ഇത്ര വേഗം കഴിഞ്ഞോ? നീ ഇങ്ങനെ ഓരോ കാരണങ്ങൾ ഉണ്ടാക്കി സുമംഗലയുടെ മനസ്സ് വേദനിപ്പിക്കുന്നത് ഒരുപാട് കാലമൊന്നും കണ്ടു നിൽക്കാൻ ഈ അച്ഛന് കഴിയില്ല. എന്താ നീ നോക്കണത്? ദേ, ഇനി എന്റെ സുമംഗലയ്ക്ക് നീ വിധിച്ചതുപോലെ എനിക്കും എന്തെങ്കിലും വിധിച്ചിട്ടുണ്ടെങ്കിൽ ആവാം. അച്ഛാ, എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്താന്ന് വെച്ചാ പറ. അതിവിടെ വെച്ച് പറ്റില്ല, സ്വകാര്യാണ്. അമ്മയുടെ മോൻ ഉറങ്ങിക്കോ. എന്താ നിനക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞ സ്വകാര്യം? ലീലാമ്മ എവിടെ? അത് നീ എന്നോട് ചോദിച്ചാ ഞാൻ എങ്ങനെ അതിന് മറുപടി പറയാ? ഞാൻ പിന്നെ ആരോട് ചോദിക്കണം? എന്താ മോളെ നീ ഇങ്ങനെ? ഞാൻ ഒളിപ്പിച്ചിരുന്നിടത്ത് ലീലാമ്മ ഇപ്പൊ ഇല്ല. അവരെ ആരോ എങ്ങോട്ടോ കൊണ്ടുപോയിരിക്കുക. ഇതിന്റെയൊക്കെ പിന്നിൽ അമ്മ തന്നെയാണെന്ന് എനിക്ക് 100% ഉറപ്പാ. ബാലാമണി, എന്തൊക്കെയാ നീ വിളിച്ചു പറയണത്? ലീലാമ്മയെ നീ ഒളിപ്പിച്ചിരിക്കുന്ന കാര്യം സുമംഗലയ്ക്ക് എങ്ങനെ അറിയാം? ഞാനായിട്ട് ഇന്നേ വരെ അവളോട് ആ കാര്യം പറഞ്ഞിട്ടില്ല. അത് നീ ഒന്ന് വിശ്വസിക്ക്. അച്ഛൻ പറഞ്ഞു തന്നെ അമ്മ അതറിയണമെന്നൊന്നുമില്ല. അവിടെ നിനക്ക് തെറ്റിപ്പോയി. സുമംഗല എന്ത് ചിന്തിച്ചാലും അത് ഈ കുഞ്ഞുണ്ണി അറിയും. ഏട്ടനോട് പറയാതെ എന്റെ അനിയത്തി ഒരു കാര്യവും ചെയ്യാറില്ല. അപ്പോ എന്റെ കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യവും നേരത്തെ അച്ഛൻ അറിയാമായിരുന്നു? അതും അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? അതില്ല, ആ കാര്യത്തെക്കുറിച്ചൊന്നും അവൾ എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോ അച്ഛനെ അറിയിക്കാത്ത ചിലതൊക്കെ അമ്മയുടെ മനസ്സിനുള്ളിലുണ്ടെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ. ലീലാമ്മയുടെ കാര്യവും അതുപോലൊക്കെ തന്നെ ആയിരിക്കും. അമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ടാ ഞാൻ അവരെ ഒളിപ്പിച്ച് നിർത്തിയത്. 3 പേരിൽ ആരാണ് ലീലാമ്മയുടെ മകനെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ലീലാമ്മയ്ക്കൊപ്പം അയക്കണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നത്.
ഇനിയിപ്പോ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. മോളെ, അതെ അച്ഛാ, അമ്മയെ പോലെ തന്നെ ലീലാമ്മയെ ഞാൻ സ്നേഹിക്കുന്നുണ്ട്, അമ്മയുടെ സ്ഥാനത്ത് കാണുന്നുമുണ്ട്. എന്നെ ചതിച്ചതുപോലെ ലീലാമ്മയും ചതിക്കാനാണ് അമ്മയുടെ ഉദ്ദേശമെങ്കിൽ ഞാനത് സമ്മതിക്കില്ല. നിക്കടി. എന്തറിഞ്ഞിട്ടാടി നീ എന്റെ സുമംഗലെ കുറ്റപ്പെടുത്തിയത്? അവള് നിന്നെ ചതിച്ചു പോലും. അനുഭവങ്ങൾ ഓരോരുത്തരുടെയും ചിന്താഗതിക്ക് മാറ്റം ഉണ്ടാക്കും, കുറച്ചുകൂടി തെളിഞ്ഞ കാഴ്ച തരും. അപ്പോഴാ ഓരോ മനുഷ്യരെയും ഉള്ളുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുക. നിനക്കതൊന്നുമില്ല. ലീലാമ്മയുടെ മകൻ, ആ മകനെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയാത്തതുകൊണ്ട് എന്റെ സുമംഗല അവരെ ഒളിപ്പിച്ചു നിർത്തിയിരിക്കുക അല്ലേ? എടി, ദൈവം തമ്പുരാൻ വിചാരിച്ചാലും ലീലാമ്മയ്ക്ക് അവരുടെ മകനെ തിരിച്ചു കിട്ടില്ല. എന്താ എന്താ അച്ഛൻ പറഞ്ഞു? അച്ഛാ, എന്താ ഏട്ടൻ നീ കാണിച്ചത്? അവളോട് അങ്ങനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ നിന്നെ കുറ്റപ്പെടുത്തുന്ന കേട്ട് മിണ്ടാതെ നിൽക്കണമായിരുന്നു. അങ്ങനെ ഒരു ശീലം ഈ ഏട്ടനില്ല, അറിയാലോ. ശ്രദ്ധിക്കാതെ ഓരോന്ന് വിളിച്ചു പറയുമ്പോ ഏട്ടൻ ഓർക്കാതെ പോയൊരു കാര്യമുണ്ട്. ഇനി 1000 സംശയങ്ങൾ ബാലാമണിയുടെ മനസ്സിലുണ്ടാവും. അത് അവൾ ഏട്ടനോട് ചോദിക്കുകയും ചെയ്യും. അപ്പോ അവളോട് എന്റെ ഏട്ടൻ എന്തുത്തരാ പറയാൻ പോകുന്നത്? സത്യം എന്താന്ന് അവൾ അറിയട്ടെ, എങ്കിലേ നിന്റെ മഹത്വം അവള് തിരിച്ചറിയൂ. അരുതേട്ടാ, ഒരിക്കലും ബാലാമണി അതറിയരുത്. ബാലാമണി എന്നല്ല, ഈ വീട്ടിലെ ഒരാള് പോലും ആ കാര്യം അറിയാൻ പാടില്ല. മൂന്നാമതൊരാൾ ഇതറിഞ്ഞു പോയാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ ഏട്ടാ? നീ എന്നോട് ക്ഷമിക്കു സുമംഗലേ. അവള് നിന്നെ കുറ്റപ്പെടുത്തി ഓരോന്ന് പറയുന്നത് കേട്ടപ്പോ എനിക്ക് സഹിച്ചില്ല. അന്നേരത്തെ ആ ദേഷ്യത്തിൽ ചിലതൊക്കെ പറയുകയും ചെയ്തു. പാടില്ലായിരുന്നു. ഏട്ടൻ എല്ലാം അറിയാവുന്നതല്ലേ? ലീലാമ്മയുടെ എന്തുമാത്രം സമ്മർദ്ദങ്ങളെ ഞാൻ അനുഭവിച്ചിട്ടുള്ളതാ. എന്നിട്ടെപ്പോഴെങ്കിലും ആ സത്യം എന്റെ നാവിൽ നിന്ന് പുറത്തു വന്നോ? പേരിൽ ആരുടെ പേരാ നീ പറയാൻ പോണത്? ഇത്രയും കാലം ഞാൻ നിന്നോടത് ചോദിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ ചോദിക്കുക. ലീലാമ്മ നിനക്ക് ദാനമായിട്ട് തന്ന ആ കുഞ്ഞാരാ? അന്ന് നമ്മളെ ഈ മുറിയിൽ പൂട്ടിയിട്ടിട്ട് അനന്തവും അരവിന്ദനും കൂടി പുറത്ത് അത്രയും ബഹളമുണ്ടാക്കിയപ്പോൾ ഏട്ടന്റെ ചോദ്യത്തിന് ഇതേ മുറിയിൽ വച്ച് ഉത്തരം തന്നു ഞാൻ. അങ്ങനെ ചെയ്തത് ഏട്ടനിലുള്ള വിശ്വാസം കൊണ്ടാ. ആ വിശ്വാസം ഏട്ടൻ തകർക്കരുത്. ഇല്ല സുമംഗലേ, അറിയാതെ പോലും എന്റെ നാവിൽ നിന്നെ ഒന്നും വീഴില്ല. നിനക്കെന്നെ വിശ്വസിക്കാം. ആ സത്യം എന്നും അങ്ങനെ തന്നെ ഇരുന്നോട്ടെ ഏട്ടാ. എന്നോട് കൂടി അത് മണ്ണടിയട്ടെ. അച്ഛൻ അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്തായിരിക്കും? ഇനി എനിക്കറിയാത്ത, ഞാൻ ചിന്തിക്കുക പോലും ചെയ്യാത്ത മറ്റെന്തെങ്കിലും ദുരൂഹതകൾ ഇതിന്റെ പിന്നിലുണ്ടാവുമോ?
ഇവള് ഫോൺ എടുക്കുന്നുമില്ലല്ലോ. ഹലോ മോളെ, ഇത് ഞാനാ, ലീലാമ്മ. അമ്മേ, അമ്മ ഇപ്പൊ എവിടെയാ? ആരോടും പറയാതെ എങ്ങോട്ടാ പോയതമ്മേ? ഞങ്ങൾ എവിടെയൊക്കെ തിരക്കിന്നറിയോ? മോളെ, ഞാനായിട്ട് എങ്ങോട്ടും പോയതല്ല. എന്നെ ബലമായിട്ട് ഇവരിങ്ങോട്ട് പിടിച്ചോണ്ട് വന്നതാ. ഇവരെന്ന് വെച്ചാൽ ആര്? കവിതയും സോളമനും.